പ്ലേയേഴ്സ് വന്ന എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ, രക്ഷയില്ല, അടിപൊളി, ഭയങ്കര ഫീലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആൻഫീൽഡിലേക്ക് പോവാണ്. അതായത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയ ലിവർപൂളിന് ആൻഫീൽഡിൽ വെച്ച് ആർസണൽ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ദിവസമാണെന്ന് അല്ലേ? അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും ഒരു ടിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ആരാ പോകുന്നത്? ആസ് യൂഷ്വൽ ഇവനാ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ടിക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പം എല്ലാം ഒരെണ്ണം കിട്ടി. അപ്പം നമുക്കിന്ന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് കാണാം. ഞാൻ ടി വിയിൽ കണ്ടോളാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുമല്ലോ. ഓ തീർച്ചയായും. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കളി തുടങ്ങാൻ ഇനി ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അല്ലേ? അതെ അതെ. ഇപ്പോൾ സ്റ്റേഡിയത്തിനടുത്താണുള്ളത്. പ്ലേയേഴ്സ് വരാൻ വേണ്ടിയിട്ട്, ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് അല്ലേ? അതെ അതെ, ഇപ്പോൾ വരും. ചാമ്പ്യന്മാരായതിനു ശേഷമുള്ള ഫസ്റ്റ് ഹോം എൻട്രി ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. പ്ലേയേഴ്സൊക്കെ ഓൾറെഡി വന്നു. അപ്പോൾ ഇനി നമ്മൾ അകത്ത് കയറാമെന്ന് വന്നു. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും മെയിൻ സ്റ്റാൻഡിലായിരുന്നു എൻ്റെ ടിക്കറ്റ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ആൻഫീൽഡ് റോഡ് സ്റ്റാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കോപ്പ് സ്റ്റാൻഡിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പം കോപ്പ് സ്റ്റാൻഡിലെ ഫുൾ വിഷ്വൽസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഏതായാലും ഞാൻ ഈ 1 മണിക്കൂർ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറുവാണ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിങ് കംപ്ലീറ്റ് ഡിജിറ്റലാണ് കേട്ടോ. എൻ്റെ ടിക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ AU8 ഏരിയയിൽ റോ നമ്പർ 17 231 ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അകത്ത് കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് കേട്ടോ. നമ്മുടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് അവരൊരു ടാഗ് തരുന്നതാണ് കേട്ടോ. ചെറിയ ബാഗ് മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ, വലിയ ബാഗ് കയറ്റില്ല. അങ്ങനെ നമ്മൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ ബാഗിന് ടാഗൊക്കെ വെച്ച് ബോഡി സെർച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് പോകാൻ വേണ്ടി. എൻ്റെ ബാഗുണ്ട്. എൻ്റെ ബാഗിന് ഒരു ടാഗൊക്കെ വെച്ചിട്ടുണ്ട് സെർച്ച് ചെയ്തിട്ട്. മുകളിലെത്തിയിട്ട് താഴെ നിൽക്കുന്നെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ കൂടെ ഉണ്ട് കിക്ക് ഓഫിന്. അപ്പോൾ ഏതായാലും നമുക്ക് അകത്ത് കയറാൻ തോന്നുന്നു. എൻ്റെ എൻട്രി AU8 ഇവിടെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും മുകളിലെത്തി. നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പം ഇനി കറക്റ്റ് 1 മണിക്കൂറുണ്ട് കേട്ടോ. പ്ലെയേഴ്സൊന്നും പ്രാക്ടീസിന് വന്ന് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറുള്ളപ്പോഴേ വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ സീറ്റ് ഏകദേശം താഴെയാണ് വരുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. എൻ്റെ 17 ആണ്. ഈ റോയിലാണ് കേട്ടോ എൻ്റെ സീറ്റ് വരുന്നത്.
പിച്ചിൻ്റെ ഏകദേശം അടുത്താണ്. നല്ല വൈബാണ്. പ്ലെയേഴ്സ് പ്രാക്ടീസിന് ഇറങ്ങി കേട്ടോ. ഗോൾ കീപ്പർമാരാണ് കേട്ടോ ആദ്യം ഇറങ്ങിയേക്കുന്നത് പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ നമുക്ക് അലിസണെ അവിടെ കാണാം സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ സ്ക്വാഡ് പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഗപ്പോ, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, യൂനസ് സലാ. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു കയറിയിട്ടുണ്ട്. ഇനിയൊരു അരമണിക്കൂറും കൂടി ഉണ്ടല്ലോ കളി തുടങ്ങാൻ. നമ്മുടെ ഒരു ടിഫോ ഇങ്ങനെ പയ്യെ മൂവ് ആവുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി. കളി തുടങ്ങാൻ കുറച്ച് നേരം കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ ഞാൻ അതിനെ കഴിഞ്ഞ് വെയിറ്റിംഗ് നമ്മുടെ യു വിൽ നെവർ വാക്ക് അലോൺ എന്നുള്ള ലിവർപൂളിൻ്റെ ആന്തം കളി തുടങ്ങുന്നതിന് മുമ്പ് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരുന്ന് ഈ സ്റ്റേഡിയത്തിലിരുന്ന് കേൾക്കുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ അത്. സ്റ്റേഡിയത്തിൽ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ എൻട്രിക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. സ്റ്റാൻഡിലൊക്കെ ഏകദേശം ആൾക്കാർ വന്നു. നമ്മുടെ പിച്ചൊക്കെ നടക്കുകയാണ് കേട്ടോ. കളി തുടങ്ങി, പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അപ്പം പിച്ചൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് മെയിൻ കളിക്ക് മുമ്പ്.
ഹാഫ് ടൈമായി. അപ്പോൾ നമ്മൾ ബ്രേക്കിന് വന്നതാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണമല്ലോ അതിൽ ഫുഡ് കഴിക്കണമല്ലോ ഒക്കെ ഇവിടെ സ്ഥലമുണ്ട്. ഞാൻ അവിടെ വന്നിട്ടാണുള്ളത്. ഹാഫ് ടൈമിന് പുറത്തിറങ്ങി ഒരു കോക്കൊക്കെ മേടിച്ചിട്ട് സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി ഉള്ളിലോട്ട് കയറണം കേട്ടോ. അങ്ങനെ ഗെയിം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. മാച്ച് 2-2 ഡ്രോയാണ്. നല്ല കളിയായിരുന്നു. ഇനിയിപ്പം ഒരു മാച്ചും കൂടെ ബാക്കിയുള്ളൂ, ഹോം മാച്ച്. അന്ന് ലിവർപൂൾ കിരീടം ലിഫ്റ്റ് ചെയ്യും. അതിന് ടിക്കറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. അത് കാണാൻ പറ്റില്ല. നമുക്ക് മെയ് 26-ാം തീയതി പരേഡുണ്ട്, വിക്ടറി പരേഡ്. അപ്പം അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ.